സ്വാഗതം. ന്യൂസ് അപ്ഡേറ്റ്സ് നോക്കാം. തലക്കെട്ടുകൾ. വയനാട് പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭാ അംഗീകാരം സമയബന്ധിതമായി പൂർത്തിയാക്കും. നിർമ്മാണ ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. പുനരധിവാസ മാസ്റ്റർ പ്ലാൻ അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി വിശദീകരിക്കും. ഷർട്ട് ധരിച്ചും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കാൻ അനുമതി നൽകണോ? ക്ഷേത്രാചാരങ്ങളിൽ കാലോചിത പരിഷ്കാരം വേണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ചൊല്ലി ചർച്ച. ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. തൃശൂരിൽ യുവാവിനെ കുത്തിക്കൊന്ന പ്രായപൂർത്തിയാവാത്ത പ്രതികൾ ലഹരിക്കടിമകൾ. അക്രമം നടത്തുമ്പോൾ കുട്ടികൾ കഞ്ചാവ് ലഹരിയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷി ന്യൂസ് 18നോട്. കൊലപാതകം നടന്നത് തേക്കിൻകാട് മൈതാനത്ത്. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി. വെന്റിലേറ്റർ സപ്പോർട്ട് കുറച്ചു. ക്ഷതങ്ങൾ ഭേദമാകുന്നു. കലൂരിലെ നൃത്തപരിപാടിക്കെതിരെ വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുത്ത് പോലീസ്. പരാതിക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. മന്ത്രിമാറ്റ ചർച്ചയിൽ തോമസ് കെ തോമസിനെ പരിഹസിച്ചും എ.കെ. ശശീന്ദ്രനെ പിന്തുണച്ചും വെള്ളാപ്പള്ളി നടേശൻ. ഒരു കുബേരന്റെ മന്ത്രിമോഹം സാക്ഷാത്കരിക്കേണ്ട ബാധ്യത ഇടതുമുന്നണിക്കില്ലെന്ന് യോഗനാഥത്തിൽ ലേഖനം. കുട്ടനാട് മണ്ഡലം എൻ.സി.പിക്ക് നൽകുന്നതിലും വിമർശനം. അനാവശ്യ പരാമർശങ്ങൾ നടത്തരുതെന്ന് തോമസ് കെ തോമസ്. സർക്കാരുമായി പോരിനല്ല വരുന്നതെന്ന് നിയുക്ത ഗവർണർ. സർക്കാരിനെ ഉപദേശിക്കലല്ല സഹായിക്കലാണ് തന്റെ ജോലിയെന്നും വിശദീകരണം. രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. സത്യപ്രതിജ്ഞ നാളെ. ഇടുക്കിയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ CPM-CPI പോര്. എം മണിയെയും പാർട്ടിയെയും വിമർശിച്ച CPI ജില്ലാ സെക്രട്ടറിക്കും മറുപടിയുമായി CPM ജില്ലാ സെക്രട്ടറി. കെ ശിവരാമന്റെ മനോനില പരിശോധിക്കണമെന്ന് CV വർഗീസ്. നമ്മളിവിടെ ഒരു സമരം നടത്തിയാൽ അത് സഹിക്കാൻ വയ്യാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. സഹിച്ചൂടാ? അയ്യോ, സമരം പ്രകടനം പ്രകടനം നടത്താം. റോട്ടിൽ കൂടി നടത്തണ്ട, മലയിൽ കൂടി നടത്താം. റോഡടച്ചുള്ള സമരത്തെ വീണ്ടും ന്യായീകരിച്ച് വിജയരാഘവൻ. റോഡിൽ നടത്താതെ കുന്നിൻ മുകളിൽ നടത്തണോ എന്ന് പരിഹാസം. ജനങ്ങളെ ബന്ദികളാക്കുന്ന സമരത്തെ വിജയരാഘവൻ ന്യായീകരിച്ചത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ. നാട്ടിലേക്കുള്ള യാത്രക്കിടയിൽ കാണാതായ മലയാളി സൈനികനെ കണ്ടെത്തി. സാമ്പത്തിക പ്രയാസം കാരണം മാറി നിന്നതാണെന്ന് കോഴിക്കോട് സ്വദേശി വിഷ്ണു. കാണാതായത് കഴിഞ്ഞ മാസം 17. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങളിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട 30ഓളം തീരുമാനങ്ങളാണ് ഇന്ന് മന്ത്രിസഭ കൈക്കൊണ്ടത്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കും. വീട് നിർമ്മിച്ച് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തവരുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തി. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് പുനരധിവാസത്തിന്റെ നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. നിർമ്മാണ മേൽനോട്ടം കിഫ്കോൺ വഹിക്കുകയും ചെയ്യും. 1000 സ്ക്വയർ ഫീറ്റ് വീടുകളുള്ള 2 ടൗൺഷിപ്പുകളാണ് നിർമ്മിക്കുക. ഇതിന് 750 കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി വിശദീകരിക്കും. വി അരുൺ ചേരുന്നു. അരുൺ, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എടുക്കുന്നത്. വേഗത്തിൽ നിയമക്കുരുക്കുകളൊക്കെ മാറിയുകൊണ്ട് വേഗത്തിലുള്ള തീരുമാനങ്ങൾ, സർക്കാരിന്റെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ അതെങ്ങനെയാണ്? വയനാട് പുനരധിവാസത്തിന്റെ പദ്ധതി അന്തിമ രൂപമായിരിക്കുന്നു. മന്ത്രിസഭാ യോഗമാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടും പ്രധാനപ്പെട്ടത് ഊരാളുങ്കലിലാണ് നിർമ്മാണ ചുമതല എന്നുള്ളതാണ്.
മന്ത്രി കെ രാജൻ നാളെ വയനാട്ടിലേക്ക്, അതായത് സർക്കാർ ഇന്ന് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നു, തൊട്ടു പിന്നാലെ മന്ത്രി കെ രാജനെ വയനാട്ടിലേക്ക് അയക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ അടക്കമുള്ള കാര്യങ്ങൾ നിർണായകമായ ചർച്ചകൾ ഉടൻ ഉണ്ടാകുമെന്ന സൂചനയെ വേണം അതിനെ കാണാൻ. നിർമ്മാണത്തിന്റെ ചുമതലയാണ് ഊരാളുങ്കൽ കോർപ്പറേഷന് സർക്കാർ നൽകുന്നത്. നിർമ്മാണ മേൽനോട്ടം കിഫ്കോണിയാണ്. 2 ടൗൺഷിപ്പുകളാണ്, നേരത്തെ പറഞ്ഞത് 2 ടൗൺഷിപ്പുകളാണ് നിർമ്മിക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് വീടുകളാണ്. എല്ലാ ടൗൺഷിപ്പിലും വീടുകളുടെ വിസ്തീർണം 1000 സ്ക്വയർ ഫീറ്റുകളാണ്. 750 കോടി രൂപയാണ് പ്രാഥമിക ചെലവ് സർക്കാർ ഇതിന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പദ്ധതി വൈകുന്തോറും അതിന്റെ ചെലവും വർദ്ധിക്കാം. അതുകൊണ്ട് എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കണം. മന്ത്രിസഭാ ചർച്ചയായത് സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കണം. അത് സർക്കാരിന്റെ ഒരു അഭിമാന പ്രശ്നമായി മാറും. കാരണം വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ആളുകൾ വീക്ഷിക്കുന്നുണ്ട്. പ്രതിപക്ഷവും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളും മാത്രമല്ല, കേരള സമൂഹം ഒന്നാകെ അതിൽ ഒരു സാമൂഹ്യ ഓഡിറ്റിംഗ് തന്നെ നടക്കും. എത്രയും വേഗം അത് പൂർത്തിയാക്കേണ്ടത് വലിയ സഹായമാണ് വയനാട് ദുരന്തമുണ്ടായ ശേഷം സംസ്ഥാനത്തിന് ഉള്ളിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. സർക്കാർ സമിതി വലിയൊരു വെല്ലുവിളിയായി കൂടി അവർ അതിനെ എടുക്കുമെന്ന് ഉറപ്പാണ്. കൃത്യമായ മേൽനോട്ടം ഉണ്ടാകും, നിയന്ത്രണം ഉണ്ടാകും, അതിന് ഏകോപനം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം റവന്യൂ മന്ത്രി കെ രാജനെ അവിടേക്ക് വിടുന്ന മന്ത്രിസഭാ ഉപസമിതി ഒരു പക്ഷേ ഇതിന്റെ ഭാഗമായി ഉണ്ടാകാം. ഒരു മന്ത്രിസഭാ ഉപസമിതിയെ കൊണ്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ, നമുക്കറിയാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ മന്ത്രിസഭാ ഉപസമിതി ഉണ്ടായത്. അതുപോലെ ഈ നിർമ്മാണ പ്രവർത്തനം, ടൗൺഷിപ്പ് അടക്കമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും ഒരു മന്ത്രിസഭാ ഉപസമിതിയെ സർക്കാർ തീരുമാനിച്ചേക്കാം. 3:30 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും. സജിത്ത്, യെസ്, 3:30 അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് എന്താണ് വയനാട് പുനരധിവാസത്തിന് സർക്കാർ ലക്ഷ്യമിടുന്ന പദ്ധതികൾ, അതിന്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി തന്നെ പങ്കുവയ്ക്കും. തൃശൂരിലെ കൊലപാതക കേസിലെ പ്രായപൂർത്തിയാവാത്ത പ്രതികൾ ലഹരിക്കടിമകൾ. ഇരുവരും കഞ്ചാവും മദ്യവും ഉപയോഗിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. മോഷണക്കേസുകൾ ഉൾപ്പെടെ പിടിക്കപ്പെട്ടിട്ടുള്ള ഇരുവർക്കും ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട്. പ്രതികൾ കഞ്ചാവ് ലഹരിയിലായിരുന്നെന്ന് മരിച്ച ലിവിന്റെ സുഹൃത്തും ദൃക്സാക്ഷിയുമായ അരുൺ ന്യൂസ് 18നോട് പറഞ്ഞു. അസ്വാഭാവികമായ സാഹചര്യത്തിൽ കുട്ടികളെ കണ്ടതുകൊണ്ടാണ് ലിവിൻ സംസാരിച്ചതെന്നും അരുൺ പ്രതികരിച്ചു. അന്നിരിക്കുമ്പോൾ 2 പെൺകുട്ടികൾ അതിലിങ്ങനെ വാസി, ഒരു 18 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ വാസ് ചെയ്തു. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അത് ഇരുട്ടായി, ആ കുട്ടികൾ വരേണ്ട സമയം കഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ പോയോട് നോക്കുമ്പോൾ വേറെ 2 ആൺകുട്ടികൾ അപ്പുറം ഇരിപ്പുണ്ട്, ആ പെൺകുട്ടികൾ അവിടെ ഇല്ല. അപ്പോൾ അവരോട് ചോദിച്ചാൽ എന്താ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ പാടില്ല, ഇത് നല്ല സ്പോട്ടല്ല, ഇവിടെ സ്ക്വാഡുകാർ വരും, കാരണം അതുപോലെ ഇവിടെ ഭയങ്കര ഡേഞ്ചർ ഒരു ഏരിയയാണ്, വെട്ടയില്ല, വെളിച്ചില്ല. അപ്പോൾ അവരോട് പറയുമ്പോൾ അവരെന്തോ വേറെ അവസ്ഥയിൽ അപ്പം പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ല, അപ്പോൾ എന്ന് പറഞ്ഞ് ഞങ്ങളവരെ പറഞ്ഞു വിടാം. അതിലൊരു പയ്യൻ ബ്ലാക്ക് ഇട്ട് ഒരു ഇതുള്ള പയ്യൻ തിരിഞ്ഞിട്ട് നീ അത്രയ്ക്കായ അല്ലെങ്കിൽ എന്തോ അതുപോലെ ഒരു വാക്ക് ചോദിച്ചിട്ട് ഇതിങ്ങനെ എന്നിട്ട് ഓടി. അപ്പം ഞാൻ വിളിച്ചിട്ടാ എന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ പുറകെ ചെല്ലുമ്പോൾ ആളെ നിനക്കും തരാടാന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആളെന്നോട് പറഞ്ഞു എടാ എന്നെ കുത്തിയിടാന്ന് പറഞ്ഞു. ഞാൻ ആളെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇമ്മ 2 പേര് ഓടി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. അതിനിടെ പുതുവർഷം ആശംസിക്കാത്തതിന് തൃശൂരിൽ മുള്ളൂർക്കരയിൽ യുവാവിനെ കുത്തിവീഴ്ത്തിയ മറ്റൊരു സംഭവം കൂടിയുണ്ട്. ആറ്റൂർ സ്വദേശി സുഹൈബിനാണ് കുത്തേറ്റത്. ക്രിമിനൽ കേസ് പ്രതി ഷാഫിയാണ് കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, തൃശൂരിൽ തുടർച്ചയായ അക്രമ സംഭവങ്ങളാണ് ഉണ്ടാവുന്നത്. എന്താണ് പുതിയ സംഭവം? ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട വാർത്തകളായിരുന്നു തൃശ്ശൂരിൽ നിന്നും ഉണ്ടായത്. ഒന്ന്, ഈ ലഹരി ഉപയോഗിച്ചിരുന്ന വിദ്യാർത്ഥികളെ, പ്രായപൂർത്തിയാകാത്ത 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്ത 30 വയസ്സുകാരനായ യുവാവിനെ അതിദാരുണമായി കുത്തി കൊലപ്പെടുത്തിയ സംഭവം. അതിനുശേഷം മറ്റൊന്ന്, ന്യൂ ഇയർ ചെയ്യാത്തതിന്റെ പേരിൽ ഒരു യുവാവിനെ കുത്തി 24 കുത്തുകളാണ് യുവാവായിട്ടുള്ള ഷുഹൈബിന് നേരെ ഉണ്ടായിരിക്കുന്നത്. 24 മുഖത്തടക്കം 24 കുത്തുകൾ ഉണ്ടായി. ഇത് സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രി തന്നെയായിരുന്നു. ന്യൂ ഇയർ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയിലാണ് ഈ ഷുഹൈബ് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഷാഫിയുടെയും കൂട്ടുകാരും നിൽപ്പുണ്ടായിരുന്നു. ആ സമയത്ത് ന്യൂ ഇയർ ഷാഫിക്ക് പകരം മറ്റു കൂട്ടുകാർക്ക് ന്യൂ ഇയർ ആശംസകൾ നൽകി. ഇതാണ് ഷാഫിയെ പ്രകോപിപ്പിച്ചത്. തനിക്കെന്താ ന്യൂ ഇയർ ആശംസകൾ പറയാത്തതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആദ്യം ആക്രമണം. പിന്നീട് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഷുഹൈബിന്റെ ശരീരത്തിൽ ആസകലം 24 മുറിവുകൾ ഉണ്ടാക്കി. ഈ പോലീസ് പറയുന്നതനുസരിച്ച് ഷാഫി കാപ്പ കേസിലെ പ്രതി കൂടിയാണ്. കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട പ്രതിയാണ്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെടെ ഒരു പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ
സുഹൈബിനെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് ഷാഫിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥിയുടെ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ലിബിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. ഈ വിദ്യാർത്ഥികളെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പുതുവർഷ ദിനത്തിലും രാത്രിയിലുമായി തൃശ്ശൂരിലുണ്ടായ അക്രമ സംഭവങ്ങളിലാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണങ്ങൾ നടക്കുന്നു. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കുന്ന കാര്യത്തിൽ കാലോചിതമായ പരിഷ്കരണം ഉണ്ടാകുമോ? സ്വാമി സച്ചിദാനന്ദയും പിന്നീട് മുഖ്യമന്ത്രിയും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പരിശോധന ഉണ്ടാകുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന സൂചന. എന്നാൽ ചർച്ചകൾക്കപ്പുറം ഹിന്ദു ആചാര രീതികളിലെ പരിഷ്കരണം അത്ര എളുപ്പമാവാൻ ഇടയില്ല. ശിവഗിരിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചുകൊണ്ടേ കയറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു. ഇത് തിരുത്തിയേ മതിയാകൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പടി കൂടി കടന്നു. ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല മറ്റു ക്ഷേത്രങ്ങളും ഇത് മാതൃകയാക്കണം. ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം പരിശോധിക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട്. നിലവിൽ ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിലും ചിന്മയ മിഷൻ പോലുള്ള സന്യാസി സമൂഹത്തിന്റെ ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിച്ച പ്രവേശനം അനുവദിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലേക്ക് പുതിയ ആചാരം കൊണ്ടുവരുമോ എന്ന ചോദ്യത്തോട് കരുതലോടെയാണ് ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം. ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ ആലോചിക്കണം, ദേവസ്വം ബോർഡുകളൂടെ ആലോചിക്കണ്ടേ. ഇപ്പോൾ നമുക്ക് 5 ദേവസ്വം ബോർഡുകളാണുള്ളത്. ഈ 5 ദേവസ്വം ബോർഡും കൂടി ചർച്ച ചെയ്യുന്ന രൂപത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ വന്നില്ലേ ഗവൺമെൻറ് ഇടപെടുള്ളൂ. ഇപ്പം അങ്ങനെ രൂപത്തിലേക്കുള്ള ചർച്ചകൾ വന്നില്ലേ. ഇന്നലെ അവിടെ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ ഈ അഭിപ്രായം അത് അതിപ്രധാനമാണ്. ക്ഷേത്ര ആചാര രീതികളിൽ കാലോചിതമായ പരിഷ്കാരം വേണമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ഹൈന്ദവ സംഘടനകൾ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വിവാദത്തിൽ ഇവർ കക്ഷി ചേരുമോ എന്ന് വ്യക്തമല്ല. ക്ഷേത്ര ആചാര രീതികളെ വെല്ലുവിളിക്കുന്നു എന്ന പരാതി മുഖ്യമന്ത്രിക്കെതിരെ നേരത്തെ തന്നെയുള്ളതാണ്. പുതിയ സാഹചര്യത്തിൽ ഇതും വിവാദമാവാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. സനാതനധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിനെ ചാതുർവർണ്ണ്യത്തിൽ തളയ്ക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ ആരോപിച്ചു. ഗുരുദേവന്റെ ആദർശങ്ങളെ മാത്രമല്ല ഗുരുദേവനെ തന്നെ റാഞ്ചിയെടുക്കാൻ ശ്രമം നടക്കുന്നു. ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ ആകില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. ശിവഗിരിയിൽ വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഗുരുദേവന്റെ ആദർശങ്ങളെ മാത്രമല്ല ഗുരുദേവനെ തന്നെ റാഞ്ചിയെടുക്കാൻ ശ്രമിക്കുന്നില്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഉദ്ഘോഷിച്ച് വിശ്വപൗരനായ ശ്രീനാരായണ ഗുരുദേവനെ സനാതന ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ചാതുർവർണ്ണ്യത്തിലും വർണ്ണാശ്രമത്തിലും തളക്കാൻ ശ്രമം നടക്കുന്നില്ലേ? ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. സനാതനധർമ്മത്തെ സംബന്ധിച്ചുള്ള പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് BJP നേതാവ് ഷഹ്സാദ് പൂനാവാല. കേരള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നീണ്ട പരമ്പരകളുടെ ഭാഗമാണ്, വോട്ട് പിടിക്കാൻ തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തുകയാണ് എന്നതും അദ്ദേഹം ആരോപിക്കുന്നു. നൃത്തപരിപാടിക്കിടെ കല്ലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. എന്നാൽ വെന്റിലേഷൻ എത്ര ദിവസം തുടരണമെന്നതിൽ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഉമാ തോമസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. ആളുകളെ തിരിച്ചറിയുന്നുണ്ട്, ശ്വാസമെടുക്കാനും കഴിയുന്നുണ്ട്. നേർത്ത ശബ്ദത്തിൽ പുതുവത്സരാശംസകൾ നേർന്നതായും ഡോക്ടർമാർ. ഇന്നും കൈയൊക്കെ നന്നായിട്ട് പിടിച്ചു, എല്ലാ കാലുകളൊക്കെ പൊക്കി, കണ്ണു തുറന്നു. ആ ഒരു റെസ്പോൺസ് ഇസ് വെരി ഗുഡ്. വേദനയുണ്ടെന്ന് പറഞ്ഞു, ഡെഫിനറ്റ്ലി ഇന്ന് മക്കളെയും തിരിച്ചറിഞ്ഞു, എന്നെ തിരിച്ചറിഞ്ഞു. പരിപാടിയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാണ്. നൃത്തപരിപാടിക്കായുള്ള പണപ്പിരിവിൽ പരാതിക്കാരായ രക്ഷിതാക്കളെ എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. മൃദംഗാവിഷൻ MD നികോഷ് കുമാറും ഓസ്കാർ ഇവന്റ്സ് മാനേജിംഗ് പ്രൊപ്പറേറ്റർ PS ജനീഷ് കുമാറും നാളെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകും.
മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി ഇരുവരും ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകുകയായിരുന്നു. 15,000-ലധികം പേർ പങ്കെടുത്ത പരിപാടിക്കായി 25 പോലീസുകാരെ മാത്രമാണ് സംഘാടകർ ആവശ്യപ്പെട്ടിരുന്നത്. വിവാദ നൃത്ത പരിപാടിയുടെ പ്രചാരണത്തിനായി ലോക്നാഥ് ബെഹ്റയുടെ വീഡിയോയും സംഘാടകർ പുറത്തിറക്കിയിരുന്നു. നൃത്തപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർക്ക് കൊച്ചി മെട്രോയിൽ ഇളവും പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. കുട്ടനാട് MLA തോമസ് കെ തോമസിനെ രൂക്ഷമായി വിമർശിച്ചും മന്ത്രി AK ശശീന്ദ്രനെ പിന്തുണച്ചും SNDP മുഖപത്രമായ യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ലേഖനം. കുബേരന്റെ മന്ത്രിമോഹത്തിന് ഇടതുമുന്നണി പിടികൊടുക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. ശശീന്ദ്രൻ പാരമ്പര്യമുള്ള നേതാവാണെന്നും ലേഖനത്തിൽ പറയുന്നു. മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയുള്ള തോമസ് കെ തോമസിന്റെ പരാമർശം കുബേരന്റെ നീക്കങ്ങളായി മാത്രമേ കാണാനാകൂ എന്നും രൂക്ഷമായ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിക്കുന്നത്. ഇടവേളയാണ്, മടങ്ങി വരാം. മടങ്ങി വരുമ്പോൾ നാളെയാണ് പുതിയ ഗവർണറുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. കേരളവുമായി ഏറ്റുമുട്ടാനല്ല വരുന്നതെന്നാണ് പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞത്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായി നിർവഹിക്കും. സർക്കാരിനെ ഉപദേശിക്കാനല്ല സഹായിക്കാനാണ് താൻ വരുന്നതെന്നും അദ്ദേഹം പറയുന്നു. PS ശ്രീധരൻപിള്ളയുമായി ആർലേക്കർ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വൈകിട്ട് 5-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. നാളെ രാവിലെ 10:30-ന് രാജ്ഭവൻ ഓഡിറ്റോറിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. It is regarding the culture, the tourism, the people, and all the whatever he gave, it is an advice to me. It is because I know nothing of Kerala, so whatever he told me, that will certainly help me in functioning in Kerala, having good relation with everybody. Wherever I go, I don't try to have any confrontation with the government nor with the administration, so that will certainly help me. So it is a government who I am going there to just assist the government. It is not to guide and not to give any directions, nothing for that sort. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിൽ സർക്കാരിനെയും CPM-നെയും രൂക്ഷമായി വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. കഠാര രാഷ്ട്രീയത്തിന് സർക്കാർ പിന്തുണയുണ്ടോ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം. പോലീസ് റിപ്പോർട്ട് തള്ളിയും ഹൈക്കോടതി ഉത്തരവ് ധിക്കരിച്ചുമാണ് വളഞ്ഞ വഴിയിലൂടെ സുനിയെ പുറത്ത് എത്തിച്ചത്. കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിലൂടെ ഒരു അപരാധവും CPM കാണുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് മുഖപത്രം കുറ്റപ്പെടുത്തുന്നു. അതേസമയം TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ അനുകൂലിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരോൾ തടവുകാരൻ്റെ അവകാശമാണ്. ആർക്കെങ്കിലും പരോൾ നൽകുന്നതിൽ CPM ഇടപെടാറില്ല. അത് സർക്കാരും ജയിൽ വകുപ്പും തീരുമാനിക്കേണ്ട കാര്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കൊടിസുനിക്ക് പരാതി പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഒരാൾക്ക് പ്രത്യേക പരോൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPM നടത്തുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ബാധകമല്ല. അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക. അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. വഞ്ചിയൂരിലെ റോഡ് അടച്ചുള്ള സമ്മേളനത്തിൽ വീണ്ടും ന്യായീകരണവുമായി CPM PB അംഗം A വിജയരാഘവൻ. ഏതെങ്കിലും കുന്നിൻ മുകളിൽ പോയി സമരം ചെയ്യാൻ കഴിയുമോ? ഇത്തരം വിമർശനം ഉന്നയിക്കുന്നത് ബാലിഷ്യമാണെന്നുമാണ് വിജയരാഘവന്റെ വിമർശനം. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇപ്പൊ നമ്മളിവിടെ ഒരു സമരം നടത്തിയാൽ അത് സഹിക്കാൻ വയ്യാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. സഹിച്ചൂടാ? അയ്യോ, സമരം, പ്രകടനം. പ്രകടനം നടത്താം. റോട്ടിൽ കൂടി നടത്തണ്ട, മലയിൽ കൂടി നടത്താൻ എന്നാണ്. മലയിൽ പോയിട്ട് ആരെങ്കിലും പോകണം നടത്തുക. പാർലമെന്റിലേക്ക് പോകാൻ വയ്യ. കാരണം ഇതൊക്കെ കോടീശ്വരന്മാർ കൈവശപ്പെടുത്തി. ഇന്ത്യൻ പാർലമെന്റൊക്കെ കോടീശ്വരന്മാർക്കുള്ളതാണ്. അപ്പൊ നമുക്ക് റോട്ടിൽ ഒരു പ്രകടനമെങ്കിലും നടത്തണം എന്ന് നമ്മൾ പറഞ്ഞാൽ പറഞ്ഞവരെ പിടിക്കും വരും. ഈ തെരുവെങ്കിലും വിട്ടുതരൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഞങ്ങൾക്ക് സമരം ചെയ്യാൻ ഈ തെരുവ്, അതിന് കാശ് കൊടുക്കണ്ടല്ലോ. ലോകത്ത് മുഴുവൻ ശക്തമായ പ്രക്ഷോഭങ്ങളുടെ അമേരിക്കയിലില്ലേ? ഇടുക്കിയിൽ സഹകരണ ബാങ്കിന് മുന്നിൽ ജീവനൊടുക്കിയ നിക്ഷേപകൻ സാബുവിനെതിരായ MM മണിയുടെ പരാമർശത്തിൽ CPM CPI പോര്. CPM ഭരണസമിതിയെ വിമർശിച്ച CPI മുൻ ജില്ലാ സെക്രട്ടറി KK ശിവരാമനെതിരെ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CB വർഗീസ് രംഗത്തു വന്നു. ശിവരാമൻ സഖാവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് CPI ആണ് പരിശോധിക്കുക.
അദ്ദേഹം ഏത് മാനസികാവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് CPI ആണ് പരിശോധിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞങ്ങൾ അവജ്ഞയോട് തള്ളിക്കളയുക. കാരണം സാമൂഹ്യ ബോധവും മനുഷ്യത്വമൊന്നും CPM-നെ ഉപദേശിപ്പിക്കാൻ ഞങ്ങൾക്ക് മാർഗരേഖ നൽകാൻ ഞങ്ങൾ ശിവരാമനെ തോൽപ്പെടുത്തിയിട്ടില്ല. ശിവരാമൻ്റെ പാർട്ടിയെ നോക്കിയാൽ മതി. CPM-നെ നന്നാക്കാൻ വേണ്ടി ശിവരാമൻ ശ്രമിക്കേണ്ടതില്ല. വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കാണാതായ കോഴിക്കോട് എലത്തൂർ സ്വദേശിയായ സൈനികനെ കണ്ടെത്തി. ബംഗളൂരുവിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വിഷ്ണുവിനെ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം നാട്ടിൽ നിന്നും താൽക്കാലികമായി വിട്ടുനിന്നതാണെന്നാണ് വിഷ്ണുവിന്റെ പ്രതികരണം. ഡിസംബർ 17-ന് നാട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് വിഷ്ണുവിനെ കാണാതായത്. അവധിക്ക് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് 16-ാം തീയതി അമ്മയെ ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു. രാത്രിയായിട്ടും വീട്ടിലെത്താതിരിക്കുകയും ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാതിരിക്കുകയും ചെയ്തതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. 11 ദിവസം നീണ്ട ഊർജിത അന്വേഷണത്തിനൊടുവിൽ ബംഗളൂരുവിൽ നിന്നാണ് അന്വേഷണ സംഘം വിഷ്ണുവിനെ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസം മൂലം നാട്ടിൽ നിന്ന് മാറി നിന്നതാണെന്നും വിഷ്ണു. ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മാറിക്കാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ബാംഗ്ലൂരും മുംബൈയിലായിട്ടായിരുന്നു. അല്ലല്ലോ, അല്ലാതെ എങ്ങനെ 15 ദിവസമായി നെഞ്ചിടിപ്പോടെ മകനെ കാത്തിരുന്ന വിഷ്ണുവിന്റെ മാതാപിതാക്കൾക്ക് പുതുവർഷ പുലരി സമാധാനത്തിനൊപ്പം സന്തോഷത്തിന്റേതും കൂടിയായിരുന്നു. അന്ന് കാണാതായതിനു ശേഷം പിന്നെ സ്വിച്ച് ഓഫ് ആണ്, പിന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെ ഇന്നലെയാണ് ഇപ്പോൾ ഒന്ന് സംസാരിച്ചത്. ഇപ്പോൾ തീർച്ചയായും നല്ല ആശ്വാസം. കാണാതായ ശേഷം വിഷ്ണു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാത്തത് അന്വേഷണ സംഘത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചു. മുംബൈ ഛത്രപതി ശിവജി ടെർമിനലിലെ ഉൾപ്പെടെ 1500ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ബംഗളൂരുവിലെ ATM-ൽ നിന്നും പണം പിൻവലിച്ചത് അന്വേഷണത്തിൽ നിർണായകമായി. 17-ാം തീയതി പൂനെയിൽ വെച്ച് മിസ്സായിട്ടുള്ള നമ്മുടെ സോൾജർ കൂടായിട്ടുള്ള വിഷ്ണു എന്നയാളെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ബാംഗ്ലൂർ വെച്ച് നമ്മുടെ അന്വേഷണ സംഘം SI മുഹമ്മദ് സിയാദ്, അതുൽ, വൈശാഖ് എന്നിവയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് ഇന്നലെ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഉണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ്. പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന വിഷ്ണു ബോക്സിംഗ് താരം കൂടിയാണ്. ന്യൂസ് 18 കോഴിക്കോട്. നിമിഷപ്രിയയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ സാധ്യമായ എല്ലാ നിയമപരമായ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് ഭർത്താവ് ടോമി തോമസ്. ഇന്ത്യ യമൻ സർക്കാരുകളുടെ സഹായത്താൽ അമ്മയെ വീണ്ടും കാണാൻ കഴിയുമെന്നാണ് നിമിഷയുടെ മകൾ ഉറച്ചു വിശ്വസിക്കുന്നതെന്നും ടോമി തോമസ് വ്യക്തമാക്കി. യമൻ പൗരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിരുന്നു. നിമിഷപ്രിയ മോചിതയായി മടങ്ങിവരുമെന്ന പ്രതീക്ഷയിലാണ് ഭർത്താവ് ടോമി തോമസ്. തൻ്റെ മോൾക്ക് അമ്മയെ നേരിൽ കണ്ട ഓർമ്മയില്ല. ഫോട്ടോകൾ കാണിച്ചു കൊടുക്കും. വീഡിയോ കോളിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മകൾ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആഗ്രഹിക്കുന്നു. നിമിഷപ്രിയ ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് മകൾ. സംഭവം നടന്നതോടെ താനും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായെന്നും ടോമി തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിലുള്ള അവസ്ഥയാണ് ഇപ്പം. അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അതിനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എല്ലാവരും മീറ്റിംഗൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു അവസ്ഥയിൽ 2-3 ദിവസം മുമ്പുള്ള വാർത്ത അത് ദുഃഖിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നതായി പോയി. നല്ലൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഇത് വന്നിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ 1 മാസത്തിനുള്ളിലുള്ള കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും ഇന്ന് പിന്നൊരുന്നൊന്നുമില്ല, എല്ലാവരും പല രാജ്യത്തുള്ളവരും ഇതിനകത്ത് ഉത്തരവാദപ്പെട്ടവരും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്നും സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുനിന്നും അങ്ങനെ ഒരുപാട് ഉന്നതരായ ആൾക്കാരുടെ ഇടപെടൽ അതിശക്തമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാകുക. 2 വയസ്സിലാണ് മകൾ നിമിഷപ്രിയയെ പിരിയുന്നത്. ഇപ്പോൾ 10 വർഷങ്ങൾ പിന്നിട്ടു. 2017-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. യമൻ പൗരൻ തലാൽ അബ്ദുമഹദിയാണ് കൊല്ലപ്പെട്ടത്. കേസിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. പിന്നീട് യമൻ സുപ്രീം കോടതി അത് ശരിവെച്ചു. പ്രസിഡന്റ് റഷാദ് അൽ അലീമി ദയാഹർജി തള്ളിയതോടെ വധശിക്ഷ നടപ്പാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇനി തലാലിൻ്റെ കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും. അതിനുള്ള ശ്രമങ്ങൾ കുടുംബം നടത്തുന്നുണ്ട്. ആക്ഷൻ കൗൺസിലും രംഗത്തുണ്ട്. ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. തലാലിൻ്റെ കുടുംബം ബ്ലഡ് മണി ആവശ്യപ്പെട്ടാൽ അതു നൽകി മോചനം സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇന്നു മുതൽ 20-ലധികം ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ
വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല. സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കാനുള്ള മെറ്റ അപ്ഡേറ്റുകളുടെ ഭാഗമായിട്ടാണ് വാട്സപ്പ് ആക്സസ് നഷ്ടമാവുന്നത്. പഴയ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് സേവനങ്ങൾ തുടർന്നും ലഭിക്കാൻ പുതിയ ഫോണുകളിലേക്ക് മാറേണ്ടി വരും. ലോകമെമ്പാടും 2 ബില്യണിലധികം ജനങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് 20-ലധികം ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിലാണ് തങ്ങളുടെ സേവനം ഈ പുതുവർഷം മുതൽ അവസാനിപ്പിക്കുന്നത്. പഴയ ആൻഡ്രോയിഡ് വേർഷനുകൾക്കാവും തീരുമാനം ബാധകമാകുക. അതായത് ആൻഡ്രോയിഡ് 4.4 അല്ലെങ്കിൽ കിറ്റ്കാറ്റ് വേർഷൻ ഉൾപ്പെടെയുള്ള ഫോണുകൾക്ക്. സാംസങ്, LG, സോണി, HTC, മോട്ടറോള തുടങ്ങിയ വിവിധ ജനപ്രിയ ബ്രാൻഡുകളുടെ ഫോണുകൾ കൈവശമുള്ളവർ പുതിയ ഡിവൈസുകൾ വാങ്ങേണ്ടി വരും. അതേസമയം ചിലർക്ക് ഫോൺ മാറാതെ തന്നെ പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് വാട്സപ്പ് സേവനം നിലനിർത്താം. വാട്സപ്പിലേക്ക് മെറ്റ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ഫീച്ചറുകൾ പഴയ ആൻഡ്രോയിഡ് വേർഷനുകളിൽ പ്രവർത്തിക്കില്ല എന്നതാണ് ചില ഫോണുകളിൽ വാട്സപ്പ് സേവനം അവസാനിപ്പിക്കാനുള്ള കാരണം. iOS 15.1 മുതൽ പിന്നോട്ടുള്ള ഐഫോണുകളിലും 2025 മെയ് മുതൽ വാട്സപ്പ് ലഭിക്കില്ലെന്ന് മെറ്റ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രശ്നബാധിതമായ മണിപ്പൂരിൽ പുതുവർഷത്തിലും അക്രമം തുടരുന്നു. പുലർച്ചെ ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ കടങ്ബന്ദ് മേഖലയിലാണ് അക്രമം റിപ്പോർട്ട് ചെയ്തത്. സായുധ സംഘം മലയോര മേഖലകളിൽ വെടിവെപ്പും ബോംബാക്രമണവും നടത്തി. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ സുരക്ഷാ സേനാ അംഗങ്ങളെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. മണിപ്പൂരിലെ നിലവിലെ പ്രശ്നങ്ങളുടെ ഉത്തരവാദി കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ്. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചില്ല എന്ന് കോൺഗ്രസിന്റെ ആക്ഷേപത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കോൺഗ്രസ് ചെയ്ത മുൻകാല പാപങ്ങൾ കാരണമാണ് മണിപ്പൂർ ഇന്ന് പ്രക്ഷുബ്ധമാകുന്നത്. ബർമീസ് അഭയാർത്ഥികളെ പാർപ്പിച്ചതും മ്യാൻമാർ ആസ്ഥാനമായുള്ള തീവ്രവാദികളുമായി സംസ്ഥാനം കരാർ ഒപ്പിട്ടതും കോൺഗ്രസിന്റെ കാലത്താണ്. 1992-93 വംശീയ കലാപത്തിനിടെ മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു സംസ്ഥാനം സന്ദർശിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ബീരേൻ സിംഗ് ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം മണിപ്പൂരിലുണ്ടായ സംഭവ വികാസങ്ങളിൽ ബീരേൻ സിംഗ് സംസ്ഥാനത്തെ ജനങ്ങളോട് ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് അപേക്ഷിച്ചിരുന്നു. കൂലിയില്ലാതെ തൊഴിലെടുത്തത് 111 ദിവസം. ഒടുവിൽ സ്കൂളിന് മുന്നിൽ സമരമിരിക്കാൻ നിർബന്ധിതമായി ഒരു അധ്യാപിക. ഈ കാഴ്ച നെയ്യാറ്റിൻകരയിൽ. ചെയ്ത ജോലിയുടെ വേതനത്തിന് തന്റെ വിദ്യാർത്ഥികൾ കാണുകെ സ്കൂളിന് മുന്നിൽ സമരമിരിക്കേണ്ട ഗതികേടിലാണ് താൽക്കാലിക അധ്യാപികയായ റീജ. ദിവസേന 1200 രൂപ വേതനം നൽകാമെന്ന് പറഞ്ഞാണ് 29-കാരിയായ റീജയെ ബാലരാമപുരം ഹൈസ്കൂൾ മാനേജ്മെന്റ് നിയമിച്ചത്. 2023 ജൂലൈ 20-നാണ് റീജ സ്കൂളിൽ ജോയിൻ ചെയ്തത്. തുടർന്ന് HST സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ 111 ദിവസം ജോലി ചെയ്തെങ്കിലും ഒരു ദിവസത്തെ വേതനം പോലും മാനേജ്മെന്റ് നൽകിയില്ലെന്നാണ് റീജയുടെ പരാതി. എത്ര പ്രാവശ്യവന്മാരെടുത്ത് ഭാര്യമാരെടുത്ത് ഞാൻ ചോദിക്കുന്നു, ടീച്ചറെ എന്തെങ്കിലും ഇത് നിങ്ങൾ വർഷമാവോ? ഇല്ലടാ, പെട്ടെന്ന് ശരിയാവും എന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഇനി ഇതിൽ കൂടുതൽ ഞാൻ ആരെടുത്ത് ഏത് ഓഫീസിൽ ഞാൻ പോവാൻ? ഒരു ഓഫീസിൽ പോയിട്ട് കാര്യമില്ല. കാരണം ഗവൺമെന്റ് പറഞ്ഞിട്ടല്ല ഇവരെന്നെ എടുത്തിരിക്കുന്നത്. ഇവന്മാരാണ് എന്നെ ചതിച്ചത്. അപ്പം ഇവരല്ലേ ഈ പൈസ തരണ്ടേ? 60 ലക്ഷം ഈ ഹൈസ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതിൽ 40 ലക്ഷം കെട്ടി വെച്ചിട്ടാണ് മറ്റു ടീച്ചർ ഇവിടെ കയറുന്നത്. അപ്പം ഈ വാങ്ങിക്കുന്ന പൈസയ്ക്ക് ഇവന്മാർക്ക് എനിക്ക് കിട്ടാനുള്ള 1 ലക്ഷം കഴിഞ്ഞ് കിട്ടാറുണ്ട്. ഈ പൈസ ഇവന്മാർക്ക് തരാൻ പറ്റണില്ലേ? അത്രയ്ക്കും ഇവന്മാർ എടുക്കാനില്ലാത്തവരാ. 2020-21 കാലഘട്ടത്തിൽ അധ്യാപികയുടെ ഒഴിവിൽ അപേക്ഷിച്ചപ്പോൾ മാനേജർ ചന്ദ്രബാബു 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും അധ്യാപിക ആരോപിച്ചു. പിന്നീട് ഭിന്നശേഷി അധ്യാപിക തസ്തികയിൽ വന്ന ഒഴിവിൽ താൽക്കാലികമായി തന്നെ നിയമിക്കുകയായിരുന്നുവെന്നും റീജ പറയുന്നു. ഭിന്നശേഷി അധ്യാപികയെ നിയമിക്കാത്തതിനാൽ വേതനം സർക്കാർ അനുവദിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും ആ വിവരം മറച്ചുവെച്ച് തന്നെ മാനേജ്മെന്റ് വഞ്ചിക്കുകയായിരുന്നെന്നും അവർ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭിന്നശേഷി